അല്ല സാർ, നമ്മുടെ ഈ കോൺഗ്രസ്സിന് എന്താണ് പറ്റുന്നത്? നമുക്ക് ചിരിക്കാൻ വക തരുന്ന കുറേ കാര്യങ്ങൾ ഈ കോൺഗ്രസ് നേതാക്കൾ തന്നെ ചെയ്തു വെക്കുന്നുണ്ട്. ഒരുവിധം പരിക്കില്ലാതെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായി കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കോൺഗ്രസ്സിനെ കാണുന്നുണ്ട്. ചില വ്യക്തികൾ, നേതാക്കൾ തമ്മിലുള്ള ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും, തമ്മിലുള്ള ചില തർക്കങ്ങളും ചില അസൂയകളും ചില പാലം വലിക്കലുകളും ഒക്കെ ഉണ്ടെങ്കിലും വ്യക്തിപരമായി നേതാക്കൾ തന്നെ ചെറുതായി പോകുന്ന സംഭവ വികാസങ്ങൾ ചില നേതാക്കൾ കോൺഗ്രസ്സിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പറയണം, കോൺഗ്രസ്സിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട സംഭാവന അടുത്ത കാലത്ത് ചെയ്തത് കോൺഗ്രസ്സിനെ സംസ്ഥാനത്ത് നയിക്കുന്ന അധ്യക്ഷൻ ശ്രീ സുധാകരൻ തന്നെയാണ്. ഈ സുധാകരൻ്റെ വീട്ടിൽ ആരോ കൊണ്ടുവന്ന് കൂടോത്രം ചെയ്തു എന്ന് സുധാകരന് ആരാണ് തോന്നിപ്പിച്ചതെന്ന് അറിയില്ല. നമുക്ക് അറിയുന്നത് യഥാർത്ഥത്തിൽ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ അത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് അതിലേക്കുള്ള ഒരു മാർഗമൊക്കെ തെളിച്ചു കൊടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഇപ്പോൾ കൂടോത്രം കണ്ടുപിടിക്കുന്ന ഒരു ഉസ്താദായി മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ജ്യോത്സ്യം പഠിച്ചിട്ടുള്ളതാണോ എന്താണെന്ന് അറിയുന്നില്ല. പത്രവാർത്തകളിൽ പറയുന്നത് ഉണ്ണിത്താനാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് പത്രവാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യം. എന്തായാലും സുധാകരന് കഴിഞ്ഞ കുറേ നാളുകളായി ശാരീരികമായി ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അദ്ദേഹം അതിനുവേണ്ടി വിദേശത്ത് ചികിത്സയ്ക്ക് പോയതും നമ്മൾ അറിഞ്ഞിരുന്നതാണ്. ഈ സുധാകരൻ്റെ ഇത്തരം അവസ്ഥകൾക്കൊക്കെ പിന്നിൽ എന്തോ ശത്രുക്കളുടേതായ ഒരു നീക്കമുണ്ട് എന്ന് സംശയിച്ചു. അത് സുധാകരൻ സംശയിച്ചതാണോ അതോ ഉണ്ണിത്താൻ സംശയിപ്പിച്ചതാണോ എന്നുള്ളതേ നമുക്ക് അറിയേണ്ടതുള്ളൂ. ഇപ്പോൾ ഉണ്ണിത്താൻ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എന്ത് കാര്യമാണെങ്കിൽ ഇതിനെക്കുറിച്ചാണെങ്കിൽ ഉണ്ണിത്താനോട് ചോദിക്കാനാണ് സുധാകരൻ പറഞ്ഞു ഒഴിഞ്ഞത്. പക്ഷേ പുറത്തു വന്ന ചില വീഡിയോ ക്ലിപ്പിങ്ങുകൾ കാണിക്കുന്നത് സുധാകരൻ ഇതിനെല്ലാം, ഈ കൂടോത്രത്തിനെയും കൂടോത്രത്തിനെ തുടർന്ന് തനിക്ക് അനുഭവപ്പെട്ടതും ഒക്കെ തന്നെ അങ്ങ് അപ്രൂവ് ചെയ്യുന്ന തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശകലങ്ങൾ, പുറത്തു വന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും തൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ ആകാം, അല്ലെങ്കിൽ വ്യക്തിപരമായ ശത്രുക്കളാകാം എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. ഇത് രാഷ്ട്രീയപരമായ ശത്രുത എന്ന് വേണമെങ്കിൽ തന്നെയാണ് നമുക്ക് തീർത്തും പറയാവുന്ന കാര്യം. ആരോ സുധാകരൻ്റെ വീട്ടിൻ്റെ ഏതോ ഒരു മൂലയ്ക്ക് കൊണ്ടുവന്നു കൂടോത്രം ചെയ്തു വെച്ചു. അതിൽ പലതും കിട്ടി. ചൂടോത്രത്തിൽ സാധാരണ ചെയ്യുന്ന ചെമ്പും തകിടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പലതും, കാലും കൈയും തലയുമൊക്കെ അതിനകത്തുനിന്ന് കണ്ടെടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു ഭാഗത്തിനെ തന്നെ കുഴപ്പത്തിലാക്കണമെങ്കിൽ ആ തരത്തിലുള്ള സാധനം തന്നെ ചെയ്ത്, അതായത് ക്ഷുദ്രം ചെയ്തു എന്ന് പറയും, ക്ഷുദ്രം ചെയ്തുകൊണ്ട് കുഴിച്ചിടണം. ആ ഭൂമിയിൽ കുഴിച്ചിട്ടാൽ അതിൻ്റെ പ്രത്യാഘാതം ഏത് വ്യക്തിയുടെ പറമ്പിലാണോ കുഴിച്ചിട്ടത് അയാൾക്ക് സംഭവിക്കും എന്നുള്ളതാണ്. അതിൽ സുധാകരൻ തന്നെ പറയുന്നുണ്ട്, കൈ കണ്ടെടുത്തപ്പോൾ എനിക്ക് കൈയും കുറച്ച് നാളുകളായി ഭയങ്കര പ്രശ്നമാണെന്ന് സുധാകരൻ പറയുന്നൊരു കമൻറ്റ് നമ്മൾ കേട്ടതാണ്. അപ്പോൾ കാലിലാണെങ്കിലോ കാലും നടക്കാൻ വയ്യ, അതും പ്രശ്നമാണ്. അപ്പോൾ എന്നെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ആരോ ചെയ്തു വെച്ചതെന്നാണ് സുധാകരൻ്റെ കമൻറ്റ് നമ്മൾ ആ വീഡിയോയിൽ നിന്നും കാണുന്നത്. അപ്പോൾ ഈ കൂടോത്രം എടുത്ത് കളഞ്ഞാൽ ഈ ക്ഷുദ്രപ്രവൃത്തിയിൽ നിന്ന് മോചനം കിട്ടും എന്നുള്ളതാണ് ഈ സുധാകരനെ ധരിപ്പിച്ചു വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സുധാകരൻ സ്വയം ധരിച്ചു വച്ചിരിക്കുന്നതെന്ന് തോന്നും. പക്ഷേ ഒന്നുണ്ട്, എന്തായാലും ഈ കൂടോത്രം എടുത്ത് പുറത്ത് എവിടെ കൊണ്ട് കളഞ്ഞു എന്നറിയില്ല. ഈ അത് എവിടെയെങ്കിലും കൊണ്ട് പുഴയിൽ ഒഴുക്കി കാണും, അങ്ങനെയാണ് സാധാരണ വിശ്വാസങ്ങൾ. കൂടോത്രം കൊണ്ട് പുഴയിലങ്ങ് ഒഴുക്കി കളയുക. അപ്പം വേറൊരാളുടെ പറമ്പിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ പാവത്തിനും വരുമല്ലോ പ്രശ്നം. അതുകൊണ്ട് ഈ ഒഴുക്കി അങ്ങ് കളയുക. അങ്ങനെ ഒഴുക്കി കളഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ ഒഴുക്കി കളഞ്ഞതുകൊണ്ട് സുധാകരന് ഇനി നല്ല കാലം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അഥവാ സുധാകരന് അങ്ങനെ വിശ്വസിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതാ പുതിയ ഒരു ബില്ല് വന്നിട്ടുണ്ട്, പുതിയ നിയമം വരാൻ പോകുന്നു. അന്ധവിശ്വാസങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിൽ, അതിന് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ശിക്ഷാവിധികൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കോപ്റ്റ് ചെയ്തുകൊണ്ടുള്ള പുതിയൊരു നിയമമാണ് വരാൻ പോകുന്നത്. അങ്ങനെയുള്ളൊരു നിയമം നിലവിലില്ലാത്തത് എല്ലാവരുടെയും ഭാഗ്യം. കാരണം ഇതും ഒരു അന്ധവിശ്വാസമാണെന്ന് പറയേണ്ടി വരുമല്ലോ. പക്ഷേ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണെങ്കിൽ അതും ശിക്ഷയുടെ ഭാഗമായി വരാൻ പോകുന്ന ഈ നിയമസംഹിതയിൽ ഉൾപ്പെട്ടേക്കാം.
പക്ഷെ അത് ഈ കൂടോത്രം നേരത്തെ കണ്ടുപിടിച്ചതുകൊണ്ട് അത്തരം കൂടോത്രം ചെയ്ത ആളിന് ആരായാലും രക്ഷപ്പെടാം. കാരണം ആരാണ് ചെയ്തതെന്ന് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല. എന്തായാലും സുധാകരൻ്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ CCTV ക്യാമറകൾ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അതൊന്ന് പരിശോധിക്കാത്തത് എന്ത് എന്നുള്ളതേ സംശയമുള്ളൂ. പകലും രാത്രിയുമൊക്കെ തീർച്ചയായിട്ടും സുധാകരൻ്റെ വീടിന് ചുറ്റും ലൈറ്റ് ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ CCTVയിൽ ഈ കുഴിച്ചിടാൻ വന്ന വ്യക്തിയെ കാണുകയും ചെയ്യാം. അത് ആരാണ് എന്നുള്ളതേ നമുക്കിനി തിരിച്ചറിയാൻ ഉള്ളൂ. എന്തായാലും രഹസ്യമായിട്ടുള്ള അന്വേഷണമൊക്കെ ഉണ്ടാകാം. എന്നെ തകർക്കാൻ ഇങ്ങനെ ഒരു ശ്രമം നടത്തിയ വ്യക്തി ആരാണെന്ന് അറിയാൻ സുധാകരന് എന്തായാലും ആഗ്രഹമുണ്ടാകും. അത് സുധാകരൻ കണ്ടുപിടിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പുറമേ ഉപരിപ്ലവമായി പറയുന്ന കാര്യങ്ങൾ പോരല്ലോ. ഒരാളിന് കുഴിച്ചിട്ടു എന്ന് പറയുന്നതല്ല, ഇത് എടുക്കുക തന്നെ ചെയ്തിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ വിശ്വാസങ്ങളും പുതിയ അനുഷ്ഠാനങ്ങളുമൊക്കെ കടന്നു വരുന്നുണ്ട്. അങ്ങനെ കടന്നു വരുന്നതിന് ഒരു MP-യും ഒരു KPCCയുടെ ഒരു പ്രസിഡൻറ്റും തന്നെ മുൻകൈയെടുത്തു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാവുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു കോൺഗ്രസ് വിശേഷം. ഇതുപോലുള്ള കോൺഗ്രസിൻ്റെ വിശേഷങ്ങളൊക്കെ ഈ ന്യൂസ് പ്ലസ് ചാനലിൽ ഇനിയും ഉൾപ്പെടുത്തുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.